ഇതെല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. എന്താണ് ഇതിന് കാരണം? ശരിക്കും ആയുർവേദ പ്രകാരം മേധസ് അഥവാ മേധോധാതു നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് ഒരാൾ പൊണ്ണത്തടിയനാവുന്നത് എന്ന് പറയുന്നു. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണല്ലോ കൂടുതലും പൊണ്ണത്തടി ഉണ്ടാവുക. അപ്പോൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് അവരുടെ ദഹനത്തിനെ ബാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ രീതിയിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് യവം ഒരു ധാന്യമാണ്. ഈ ധാന്യം നമ്മൾ കഴിക്കുമ്പോൾ, യവം എന്ന് പറഞ്ഞൊരു ധാന്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വയറ് നമ്മുടെ ഫുള്ളായിട്ട് തോന്നുകയും വേറെ അധികം ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ഉള്ളൊരു ഫീല് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ 6 രസങ്ങളും, ഷഡ് രസങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറയുക, 6 തരം രസങ്ങളും അടങ്ങുന്ന ഭക്ഷണം ഓരോ നേരത്തെയും ആഹാരത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ പൊണ്ണത്തടി പോലത്തെ ഇതുകളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഗോതമ്പ് അഥവാ നമ്മൾ കഴിക്കുന്ന ചോറിലൊക്കെ കൂടുതൽ മധുര രസപ്രധാനമാണ്. അപ്പോൾ വേറെ ബാക്കിയുള്ള 5 രസങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി സൈഡായിട്ട് അമ്ലരസം കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നെല്ലിക്കയോ അതുപോലെ കയ്പ്പ് കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം പാവയ്ക്കോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ നേരത്തെയും നമ്മുടെ ഫുഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊണ്ണത്തടി മുതലായ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയാനാകും.